ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. പള്ളിച്ചട്ടമ്പി പടം ഇതിപ്പോൾ കണ്ടുവരുന്നത് ഞാനും ഋദ്ദിക്കും അമലും. ആദ്യമായിട്ടാണ് രണ്ടാൾ എൻ്റെ കൂടെ വീഡിയോയിൽ. പേടിയൊന്നുമില്ലല്ലോ? ഇല്ല, കുറച്ച് പേടിയുണ്ട്. ഓക്കെ, അപ്പോൾ പടത്തിനെ പറ്റി പറയുന്നതിന് മുമ്പേ ഡിജോ ജോസ് ആൻ്റണിയെ പറ്റി പറയാം. ആളുടെ 3 പടം, ക്യൂന്, ജനഗണമന, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ. അല്ല, മലയാളി ഫ്രം ഇന്ത്യക്കാണ് കുറച്ച് നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടായത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടം അത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 3 പടത്തിന്റെ വിജയത്തിന് പിന്നിൽ ഷാരിസ് മുഹമ്മദ് എന്നുള്ള റൈറ്ററിന്റെ ഒരു സ്കില്ല് കൂടെ ഉണ്ട് അല്ലേ? കാരണം ഡിജോന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഡിജോന്റെ വീക്ക് വർക്കാണ് ഇത് പള്ളിച്ചട്ടമ്പി. ഇനി പടത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അതിൽ ഏറ്റവും മിസ്റ്റേക്ക് എനിക്ക് തോന്നിയതാണ് കോസ്റ്റ്യൂമും ആർട്ടും. രണ്ടും നമ്മളെ കൊക്കണ്ണം പറഞ്ഞ പോലെ ഒരു പെട്ടിക്കട സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻ പ്ലേ ആയാലും പടത്തിന്റെ സ്ക്രീൻ പ്ലേ ആയാലും അത്ര പോരാ. പിന്നെ ഒരു പരിധി വരെ പിടിച്ചിരുത്തുന്നത് ടൊവിനോ. കാരണം ഒരു ടൊവിനോ ഫാക്ടർ ഉണ്ട്, മോളിവുഡിൽ ഒരു ടൊവിനോ ഫാക്ടർ ഉണ്ട്. അത് ഈ പടം കണ്ടാൽ മനസ്സിലാവും. കണ്ട് ലാലേട്ടനൊക്കെ എന്ന് വെച്ചാൽ അവരെ കമ്പയർ ചെയ്യുന്നല്ലേ, ലാലേട്ടൻ ലെജൻഡ്. ലാലേട്ടനൊക്കെ ഉണ്ടായ പോലെ ഒരു ചാമിങ് സാധനമില്ലേ, ഒരു പരിധി വരെ നിവിമ്പോളിക്ക് ഉണ്ടായിരുന്നു ഒരു ടൈമിൽ. ആ ഒരു സാധനം ടൊവിനോക്ക് ഉണ്ട്. നമ്മൾ കുറച്ച് അങ്ങനെ കണ്ടിരിക്കും. ചെങ്ങ പെർഫോമൻസ് നമ്മളെ പിടിച്ചിരുത്തതിന്റെ ഭാഗത്തിനുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ബാക്കി കോ ആക്ടേഴ്സ് ഒന്നും അത്ര വലിയ ഇതായി തോന്നിയിട്ടില്ല. പിന്നെ കയാടു എന്താ അഭിപ്രായം? കയാടു എല്ലാ സിനിമയിലും പോലെ തന്നെ കാണാൻ ചാമിങ് ആണ്. അവരെ പ്രസന്റ് ചെയ്ത രീതി, അവരെ കോസ്റ്റ്യൂം എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. അവരെ കോസ്റ്റ്യൂംസ് നല്ല രസമുണ്ട്. പക്ഷെ അവരെ ഡബിങ് അബദ്ധം. ആ ക്യാരക്ടർ നല്ല പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ ഡബ് ചെയ്ത് കൊന്നു ആ ക്യാരക്ടറിനെ. പിന്നെ പറയേണ്ട ആക്ഷൻ സീക്വൻസ് ഒരു പരിധി വരെ ഓക്കെ, വലിയ കുഴപ്പമില്ല. ടൊവിനോ നന്നായി ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ രാജുവേട്ടൻ ഇഷ്ടമായിനാ? നിന്റെ അഭിപ്രായം രാജുവേട്ടൻ? എന്താ അറിയില്ല, ഇപ്പൊ വന്നു പ്രത്യേകിച്ച് കണ്ടാൽ തന്നെ നമുക്ക് ചില സിനിമയിൽ മോഹൻലാലിന് 5 മിനിറ്റ് കാണുന്ന ഒരു ഫീലാണ് പൃഥ്വിരാജ് കാണുമ്പോൾ. ചിലപ്പോ രാജുവേട്ടൻ ഫാനാ ഉണ്ടായിരിക്കും. അത്ര വലിയൊരു സംഭവം തോന്നിയില്ല പൃഥ്വിരാജ്. കുഴപ്പമില്ല, പൃഥ്വിരാജ് ഇല്ലതൊരു എലമെന്റ്, ആ ഒരു എലമെന്റ് രസമായി. ഓക്കെ, പിന്നെ പറയാനാണ് മ്യൂസിക്. ജെയ്ക്സിന്റെ പാട്ട് ഓൾറെഡി വൈറലാണ്. മറ്റേ കാട്ടുചെമ്പകം വൈറലാണ്. BGM ഒന്നും അത്ര പോരാ. പക്ഷെ ഓവറോൾ പറയാനാണെങ്കിൽ ബിലോ ആവറേജ് ആണ് എനിക്ക്. നിന്റെ അഭിപ്രായം? നെഗറ്റീവ് റിവ്യൂ കേട്ട് പോയോണ്ട് ഒരു വാച്ചബിൾ ഫീൽ കിട്ടി. നിങ്ങളൊരു കാര്യം ചെയ്യും, പടം കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. കണ്ടിട്ടില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് പോകുന്നു വേണ്ട. നിങ്ങളെ 100 രൂപ 150 രൂപ ഉണ്ട്, AC-ൽ ഇരിക്കാൻ മനസ്സും ഈ ചൂടത്ത് ബാക്കിയൊരു സിനിമ കാണാനില്ല. ആ ഒരു അങ്ങനെയാണെങ്കിൽ മാത്രം പോയി കാണാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.